2025-ലും 2024-ലൊക്കെ നമ്മൾ ഒരുപാട് ഗോൾസും ഡ്രീംസും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. പക്ഷെ അതിലെന്തെങ്കിലും ഒരു ആക്ഷൻ നിങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ഗോൾസ് അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുക, അതിനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നഫീല ഹാഷിം, മൈൻഡ് കോച്ചാണ്, കൗൺസിലറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസിലേക്ക് എത്തിപ്പെടേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നിങ്ങളുടെ ഡ്രീംസ് ആൻഡ് ഗോൾസ് എന്നുള്ളത് എഴുതി വെക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എഴുതി വെച്ച ഗോൾസ് ആൻഡ് ഡ്രീംസ് ഒന്ന് തരംതിരിച്ച് വെക്കുക. ഡ്രീംസ് ഒക്കെ ഒരു പേജിലും ഗോൾസ് ഒക്കെ ഒരു പേജിലും നിങ്ങൾ എഴുതി വെക്കുക. എന്താണ് ഈ ഡ്രീംസ് ആൻഡ് ഗോൾസ് തമ്മിലുള്ള വ്യത്യാസം? ഡ്രീംസ് എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹമാണ്. ഇന്ന കാര്യം, കാറ് വാങ്ങണം, വീട് വെക്കണം, അല്ലെങ്കിൽ ഇന്നൊരു നിലയിലെത്തണം എന്നുള്ളതൊക്കെ ഒരു ആഗ്രഹമാണ്. ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളത് നേടിയെടുക്കും എന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ. ഞാൻ എന്തായാലും കാറ് വാങ്ങിയിരിക്കും, അല്ലെങ്കിൽ എന്തായാലും ഞാൻ വീട് വാങ്ങിയിരിക്കും, അല്ലെങ്കിൽ എന്തായാലും ഞാൻ അത് സാധനം വാങ്ങിയിരിക്കും, അത് നേടിയെടുക്കും എന്നുള്ളതുണ്ടല്ലോ. അതാണ് നമ്മുടെ ഗോൾസ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതെല്ലാം എന്താണ്? ഡ്രീം ആയിരിക്കും മിക്കവാറും. ഇപ്പൊ കാറ് വാങ്ങണം, ബൈക്ക് വാങ്ങണം, അതാക്കണം, ഇതാക്കണം എന്നുള്ളതൊക്കെ ഡ്രീം ആയിരിക്കും ഉണ്ടാവുക. അത് എങ്ങനെയാണ് ഗോൾസിലേക്ക് മാറ്റിയെഴുതേണ്ടത് എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് കാറ് വാങ്ങണം എന്നാണ് നിങ്ങളുടെ ഡ്രീം അല്ലെ. അപ്പോൾ നിങ്ങൾക്കറിയാം ആ കാറ് വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാവും ഇന്നൊരു കാറാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇന്ന മോഡലാണ് വേണ്ടത്, ഇന്ന കളറാണ് വേണ്ടത് എന്നുള്ള ഒരു ഡ്രീമും കൂടി നിങ്ങൾക്ക് ഉണ്ടാവും. ഇത് എഴുതുന്നതിന് മുമ്പ് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നടക്കോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന എല്ലാ ഡ്രീംസും എല്ലാം എഴുതി വെക്കുക. നടക്കും. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം എൻ്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ലല്ലോ, അപ്പം അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് വന്നിട്ടില്ല, പിന്നെ ഒരു മുട്ടുസൂചി വാങ്ങാൻ പോലും പൈസ ഇല്ലാത്ത ഞാൻ എങ്ങനെയാണ് ഒരു കാറ് വാങ്ങണം എന്നുള്ള ഒരു ഡ്രീം എഴുതി വെക്കുക. ആ ഡ്രീം ഒരു അതിമോഹമായി പോവോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവാം. ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഗോൾസും എല്ലാ ഡ്രീംസും എഴുതുക എന്നുള്ളതാണ് പറയുന്നത്. അതിമോഹമായിട്ടുള്ള ഡ്രീംസ് മാറ്റി വെക്കണം അങ്ങനൊന്നും പറയുന്നില്ല. മനസ്സിൽ വരുന്ന എല്ലാ ഡ്രീംസും, ഇപ്പൊ നിങ്ങളുടെ മുട്ടുസൂചി വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ പോലും ഒരു കാറ് വാങ്ങണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതാം. പിന്നെ അതെങ്ങനെയാണ് ഗോൾസിലേക്ക് മാറ്റി എഴുതേണ്ടത് എന്ന് വെച്ചാല്, ഇപ്പൊ കാറ് വാങ്ങണമെങ്കിൽ ഇന്ന മോഡലാണ്, ഇന്ന കളറാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. അപ്പം നിങ്ങൾക്ക് അറിയാം ആ ഒരു മോഡലിന് ഇത്ര രൂപ ഇന്നത്തെ ഒരു കാലത്ത് റേറ്റ് ഉണ്ട്. ഇപ്പോൾ 1,00,000 രൂപ ഇന്നൊരു കാറിനുണ്ട്. അപ്പം ആ കാറ് വാങ്ങണം എന്നുണ്ടെങ്കിൽ 1,00,000 രൂപ അല്ലെങ്കിൽ 5,00,000 രൂപ നിങ്ങൾക്ക് വേണം അല്ലേ. അപ്പൊ ഈ 5,00,000 രൂപ ഞാൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ കാറ് വാങ്ങാനുള്ള 5,00,000 രൂപ ഞാൻ ഇത്ര വർഷം കൊണ്ട് ഉണ്ടാക്കും. അതാണ് ഗോൾസ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്തു? എല്ലാ ഡ്രീംസും ഗോൾസും എഴുതിയെടുത്തു. പിന്നെ അതിനെ തരംതിരിച്ച് വെച്ചു. ഡ്രീംസ് എഴുതി, ഗോൾസ് എഴുതി. ഇപ്പൊ ഡ്രീം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു കാറ് വാങ്ങണം എന്നാണെന്നുണ്ടെങ്കിൽ കാറിന് എത്ര രൂപയാണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആ രൂപ നിങ്ങൾക്ക് എത്ര വർഷം കൊണ്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങളൊന്ന് കണക്ക് കൂട്ടിയിട്ട് ഇത്ര വർഷം കൊണ്ട് ഞാൻ ഇത്ര രൂപ സമ്പാദിക്കും, എന്നിട്ട് ഞാൻ കാറ് വാങ്ങും എന്നുള്ളത് ഗോൾസ് ആക്കിയിട്ട് നിങ്ങൾ എഴുതി വെക്കുക. ഈ ഒരു ഗോൾസിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കി മാറ്റിയെടുക്കുക. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാല്, ഇപ്പം നിങ്ങൾക്ക് 5 വർഷം കൊണ്ട് 5,00,000 രൂപയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഈ കാറ് വാങ്ങാൻ 5,00,000 രൂപയാണ്, 5 വർഷത്തെ കാലാവധിയാണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത്. 5 വർഷം കൊണ്ട് ഇത്ര രൂപ ഉണ്ടാക്കണം, 5,00,000 രൂപ ഉണ്ടാക്കണം, എന്നിട്ട് കാറ് വാങ്ങണം എന്നുള്ള ഒരു ഗോളാണ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 5 വർഷം കൊണ്ട് 5,00,000 രൂപ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു വർഷം നിങ്ങൾ എത്ര ലക്ഷം രൂപ ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കുക. അപ്പം ഒരു വർഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? 1,00,000 രൂപ നിങ്ങൾ സമ്പാദിക്കേണ്ടി വരും അല്ലെ. സമ്പാദിക്കേണ്ടി വരുമല്ല, ഈ കാറ് വാങ്ങാൻ വേണ്ടിയിട്ട് നീക്കി വെക്കേണ്ടി വരും. 1,00,000 രൂപ നിങ്ങൾ നീക്കി വെക്കേണ്ടി വരും അല്ലെ.
അപ്പം ഒരു വർഷം നിങ്ങൾ 1,00,000 രൂപ നിങ്ങൾ സേവിങ്സ് ആയിട്ട് മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ, ഈ കാറ് വാങ്ങാൻ മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ, ഒരു മാസം നിങ്ങൾ എത്ര രൂപ നിങ്ങൾ മാറ്റി വെക്കേണ്ടി വരും എന്നുള്ളതും കൂടി നിങ്ങൾ എഴുതി വെക്കുക. പിന്നെ നിങ്ങൾ എഴുതേണ്ടത്, ഈ ഒരു മാസം കൊണ്ട് ഇത്ര രൂപ നിങ്ങൾക്ക് മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇത്ര രൂപ, അതിന് കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? സമ്പാദിക്കേണ്ടി വരും അല്ലേ? കാരണം നിങ്ങൾക്ക് കിട്ടുന്ന സമ്പാദ്യം മൊത്തം ഈ ഒരു കാറിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ പറ്റൂല അല്ലെ? ചെലവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കേണ്ടി വരും. ഒരു മാസത്തെ ചെലവ്, അതേപോലെ തന്നെ ഹോസ്പിറ്റൽ കേസ് ഉണ്ടാവും, അതേപോലെ നിങ്ങൾക്ക് മറ്റ് എക്സ്പെൻസ് ഉണ്ടാവും, മറ്റ് ലോണുകൾ ഉണ്ടാവും. അതൊക്കെ കഴിച്ചിട്ട് വേണം ഈ ഒരു ഇത്ര രൂപ നിങ്ങൾക്ക് കാറിലേക്ക് ഒരു മാസം നീക്കി വെക്കാൻ, സേവ് ചെയ്ത് വെക്കാൻ. അപ്പം നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക, എത്ര രൂപ അപ്പം മാസം എനിക്ക് സമ്പാദിക്കേണ്ടി വരും. ഇങ്ങനെ കാറിലേക്ക് ഇത്ര രൂപ എനിക്ക് മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ, ഇത്ര രൂപ എനിക്ക് ചെലവാക്കണം എന്നുണ്ടെങ്കിൽ, ഇത്ര രൂപ എനിക്ക് ലോൺ അടക്കണം എന്നുണ്ടെങ്കിൽ, എത്ര രൂപ ഞാൻ സമ്പാദിക്കേണ്ടി വരും എന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾ ചെയ്യേണ്ടത്, ഇത്ര രൂപ നിങ്ങൾ സമ്പാദിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? ഇപ്പൊ ചിലപ്പം ഒരു 10,000 രൂപ മാസം എന്താ പറയാ, ശമ്പളം കിട്ടുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കാണ് ഇപ്പൊ ആഗ്രഹമുള്ളത് ഒരു കാറ് വാങ്ങണം എന്നുള്ളത്. ഇപ്പോ ഈ മാസം 10,000 രൂപ കിട്ടുന്ന നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ 10,000 രൂപ ഫുള്ളായിട്ട് മാറ്റി വെക്കാൻ പറ്റൂല. കാരണം നിങ്ങൾക്ക് ചെലവുണ്ട്, മാസത്തിൽ ചെലവുണ്ട്, ലോൺ അടക്കാനുണ്ടാവും, മറ്റു കാര്യങ്ങൾ നോക്കാനുണ്ടാവും അല്ലേ? അപ്പോൾ സേവിങ്സിലേക്ക് നിങ്ങൾക്ക് മാറ്റി വെക്കാനുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? എക്സ്ട്രാ ഇൻകം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. എക്സ്ട്രാ അപ്പൊ നിങ്ങൾ കിട്ടുന്ന ഇപ്പോഴുള്ള ജോലിക്ക് പകരല്ല, ആ ജോലിയുടെ കൂടെ ഒരു ജോലിയും കൂടി നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? എടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഏത് ജോലിയാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് അന്വേഷിക്കുക. അപ്പൊ ആ ഒരു ഗോള് നിങ്ങൾ എഴുതെടുക്കുക. സ്റ്റെപ്പാക്കി എഴുതുക. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തത്? ഒരു വർഷം കൊണ്ട് എത്ര രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം, അതേപോലെ തന്നെ ഒരു വർഷം ഇത്ര രൂപ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു മാസം നിങ്ങൾ എത്ര രൂപ ഉണ്ടാക്കണം, അതേപോലെ ഒരു മാസം എത്ര രൂപ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ സമ്പാദ്യം വേണം. ആ ഒരു സമ്പാദ്യം നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഏർണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഏതൊക്കെ വഴികളിലൂടെ നിങ്ങൾക്ക് ഏർണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഇപ്പോഴുള്ള ജോലി അതിന്റെ കൂടെ മറ്റൊരു ജോലിയും കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഏത് ജോലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടി നിങ്ങൾ അന്വേഷിക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു ഗോളും കൂടി എഴുതുക. എന്നിട്ട് ആ ഒരു ഗോളും കൂടി നിങ്ങൾ എഴുതി ഒരു എക്സ്ട്രാ ഇൻകത്തിനുള്ള സോഴ്സും കൂടി നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു. അപ്പം അതിൽ ഇത്ര രൂപ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു ഗോൾ ഉണ്ട്, ഒരു മാസം ഇത്ര രൂപ നിങ്ങൾക്ക് സമ്പാദിക്കണം എന്നുള്ളത്. അത്ര രൂപ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുന്നുണ്ടോ എന്നും കൂടി നിങ്ങൾ നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനുള്ള വഴികൾ നിങ്ങൾ തിരഞ്ഞെടുക്കണം. അപ്പൊ അടുത്തത് എന്താ എഴുതേണ്ടത്? ആ വഴികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ ആ ഇത്ര രൂപ സമ്പാദിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ വഴികൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങുക, എന്നിട്ട് കണ്ടെത്താൻ തുടങ്ങുക. ഈ ഒരു പ്ലാനിലൂടെ നിങ്ങളുടെ കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ ട്രാക്ക് ചെയ്യുക. ഓരോ ആഴ്ചയിലും നിങ്ങൾ ഈ ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾ എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും എഫേർട്ട് എടുക്കുന്നുണ്ടോ, അത് എത്രത്തോളം നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ട്, അതിൽ നിന്ന് എത്ര ഏർണിങ്സ് കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ട്രാക്ക് ചെയ്യുക. നിങ്ങളുടെ ഗോൾസിനെ ഒന്ന് ട്രാക്ക് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഒരു മാസം നിങ്ങൾക്ക് അതിലേക്ക് മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. മാറ്റി വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് മാറ്റി വെക്കാൻ പറ്റുന്നില്ല എന്നത് നിങ്ങൾ ക്ലിയർ ആയിട്ട് എഴുതി വെക്കുക. എഴുതി വെക്കാൻ ഒരു ബുക്കും പേപ്പറും ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അതായത് ഒരു ഡയറി ഉണ്ടെങ്കിൽ, ഇതിനായിട്ട് ഒരു ഡയറി, ഒരു പ്ലാനർ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇപ്പൊ അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ തന്നെ ഒരുപാട് ആപ്സ് ഉണ്ട്. ഒരു ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു ആപ്പിലേക്ക് നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക. അതായത് എന്തുകൊണ്ട് എനിക്ക് ഇത്രയും രൂപ സമ്പാദിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. എന്നിട്ട് അതിന്റെ അത് ആ ഒരു സമ്പാദിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ് എന്നുള്ളത് എഴുതി, എന്നിട്ട് ആ കാരണം മാറ്റിയെടുക്കാൻ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് അന്വേഷിക്കുക. എന്നിട്ട് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഗോൾസിലേക്ക് നിങ്ങൾ എത്താം. മെല്ലെ മെല്ലെ എത്താം. അതായത് ഒരു ദിവസം തന്നെ ലോൺ എടുക്കുക, എന്നിട്ട് കാറ് വാങ്ങുക, പിന്നെ ലോൺ അടക്കാൻ വേണ്ടിയിട്ട് മറ്റ് ലോണുകൾ എടുക്കുക. ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പ്രയാസമായിരിക്കും അല്ലേ നിങ്ങൾക്ക്? അപ്പം ഇങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് കടമുണ്ടാവില്ല, നിങ്ങളുടെ ഡ്രീം നടക്കുകയും ചെയ്യും.
അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഗോൾസിനെ ട്രാക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം എന്തൊക്കെ ചെയ്തു? അന്ന് ഗോൾസ് ആൻഡ് ഡ്രീംസ് എഴുതിയെടുത്തു, എന്നിട്ട് അതിനെ തരംതിരിച്ചു, പിന്നെ അതിനെ എന്താക്കി മാറ്റി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കി മാറ്റി. ഒരു ഗോൾസ് എടുത്തു, ആ ഗോൾസിനെ നമ്മൾ സ്റ്റെപ്പാക്കി മാറ്റി. ഏറ്റവും വലിയൊരു ഗോളാണ് നമ്മൾ എന്തായത് 5 ലക്ഷം രൂപന്റെ കാറ് വാങ്ങണം എന്നുള്ളത്. അതിനെയാണ് നമ്മൾ എന്താക്കിയത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കി മാറ്റിയാക്കി ഒരു ചെറിയൊരു ഗോളാക്കി മാറ്റി. എന്ത്, ഒരു മാസം ഇത്ര രൂപ സമ്പാദിക്കണം എന്നുള്ളത് നമ്മൾ ഒരു ചെറിയൊരു ഗോളാക്കി മാറ്റി. എന്നിട്ട് ആ സമ്പാദിക്കാനുള്ള വഴികൾ നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങി. ആ അന്വേഷിച്ച് നമുക്ക് കിട്ടി, അതിൽ നമ്മൾ പ്രയത്നിക്കാൻ തുടങ്ങി, അതിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതാണ്. ഈ രീതിയിലൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഗോൾസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഓരോ ഗോൾസും നിങ്ങൾ എന്ത് ചെയ്യുക, അച്ചീവ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഒരു ഫ്രീ സെൽഫ് ലവ് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ പേഴ്സണൽ കൗൺസിലിങ്ങും അതുപോലെ കോച്ചിങ്ങും അവൈലബിൾ ആണ്. ആർക്കെങ്കിലും പേഴ്സണൽ കോച്ചിങ്ങോ കൗൺസിലിങ്ങോ വേണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലുള്ള ഏതെങ്കിലും ഒരു ഭാഗം, ഇപ്പൊ നിങ്ങൾക്ക് ഡ്രീമിലായിരിക്കാം, ഡ്രീമിലൊരു ഗൈഡൻസ് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലുള്ള ഇന്നൊരു പാർട്ടാണ് മെച്ചപ്പെടുത്തണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് പേഴ്സണൽ കോച്ചിങ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്ലാസ്സോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.